നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഇണയോടൊത്ത് സംതൃപ്തമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരെ പാട്ടിന് വിടാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം എന്നതാണ് പറയാനുള്ളത്. അതല്ലാതെ അവരുടെ സ്വപ്നങ്ങളെയും വേദനകളെയും എല്ലാം കണ്ടില്ലെന്ന് വെക്കാതെ ചവിട്ടിയരച്ച് നമ്മൾ വിജയിച്ചു എന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവില്ല എന്നതാണ് തെളിവ്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് തൊട്ടു മുമ്പത്തെ ദിവസം ഒരു ആത്മഹത്യ നടന്നു. വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി, ചെറിയ കുട്ടികളുടെ ഉമ്മ, ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള കുട്ടിയെ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്ത് ഫ്രഷായി തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ ആ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവരുടെ വീടിനടുത്തുള്ള ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആ ബന്ധത്തില് വളരെയേറെ വിങ്ങലും പൊട്ടലുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ അടച്ചു വെച്ച് ഒത്തുപോവാൻ കഴിയാത്ത ജീവിതങ്ങളാണെങ്കിൽ ഏച്ചു കെട്ടി മുഴച്ച പോലെയുള്ള ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ആ പാവങ്ങളെ അവരെ പാട്ടിന് വിട്ടേക്കുക. സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് ആ ഒരു ബാപ്പയുടെ, ഉമ്മയുടെ, അച്ഛന്റെ, അമ്മയുടെ ഒരുപാട് കാലത്തെ ത്യാഗത്തിന്റെ, വിയർപ്പിന്റെ, അവരുടെയൊക്കെ പ്രതീക്ഷയുടെ ഭാഗമായിരിക്കും. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഓരോ പുരുഷനും ചവിട്ടിയിറക്കുന്നത് എന്നതാണ്. ഇനി ഒരു പുരുഷനാണെങ്കിലോ, നിങ്ങൾ റീൽസിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ വീഡിയോസിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആ നിങ്ങളുടെ പുരുഷനാവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പാവയെ പോലെ പുരുഷന്റെ ജീവിതത്തെ വളച്ചൊടിച്ച് മറ്റൊന്നിനും വിടാൻ തയ്യാറാവാതെ നിൽക്കുന്ന അത്തരത്തിലുള്ള സ്ത്രീകളാണെങ്കിലും അവരെ പാട്ടിന് വിട്ടേക്കുക എന്നുള്ളതാണ്. അവരെവിടെയെങ്കിലും പോയി അവര് ജീവിച്ചോട്ടെ. ദയവ് ചെയ്ത് പാവം മക്കളെ, കുരുന്നു മക്കളെ അനാഥമായി വളരുന്നതിലേക്ക് ഒരു ജീവിതവും എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹസീബ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മകളുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് കഴുത്തറുത്തു കൊന്നത്. അതേ കേരളത്തിൽ തന്നെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കാമഭ്രാന്ത് മൂത്ത് ഒരു സ്ത്രീയും പുരുഷനും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയത്. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾക്ക് ഒത്തുപോവാൻ കഴിയുന്നില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ട്ണർ ഒരിക്കലും നിങ്ങൾക്ക് യോജിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വർഷങ്ങളോളം ഒന്നും കേസ് നടത്തണ്ട. രണ്ടുപേരും ഒരുമിച്ച് ഒരു റോട്ടറി അഡ്വക്കേറ്റിനെ കണ്ടു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും സമ്മതമുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം വേർപെടുത്താൻ കഴിയും. ദയവ് ചെയ്ത് കുരുന്നുകളോട് അവരെ ഈ ലോകത്ത് അനാഥമാക്കരുത് എന്നതാണ് പറയാനുള്ളത്.